സുമനസുകളുടെ സഹായം തേടുകയാണ് പാലക്കാട് കോട്ടായി സ്വദേശി ചിഞ്ചുമോൾ. പ്രമേഹവും വൃക്കരോഗവും മൂർച്ഛിച്ച് ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് ഈ 29-കാരി ജീവൻ നിലനിർത്തുന്നത്. ആൾക്കാർ കുറേശ്ശെ പിരിവുകൾ തന്നിട്ടൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ പോകുന്നത്. ആസ്പത്രി കേസും എല്ലാം. ഇപ്പോൾ 1.5 വർഷമായിട്ട് പഠിക്കൊന്നും പോകാറില്ല. കുട്ടിനെയും അമ്മനെയും കുട്ടികളെയും നോക്കിയിരിക്കുകയാണ്. പിന്നെ എപ്പോഴെപ്പോഴും ആസ്പത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. 13-ാം വയസ്സിലാണ് 29-കാരിയായ ചിഞ്ചുമോൾക്ക് പ്രമേഹ രോഗം പിടിപെടുന്നത്. ജീവിതത്തിലെ സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ ചിഞ്ചുമോളുടെ രോഗം കുടുംബത്തെ ഉലച്ചു. പ്രമേഹം മൂർച്ഛിച്ചതോടെ ഇൻസുലിൻ എടുത്തു തുടങ്ങി. 2ാമത്തെ പ്രസവത്തിൽ വൃക്കരോഗവും യുവതിയെ തളർത്തി. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് ചിഞ്ചുമോൾ ജീവൻ നിലനിർത്തുന്നത്. ചികിത്സയ്ക്ക് മാത്രം 1 മാസത്തെ ചെലവ് 32,000 രൂപയാണ്. ഇതിനൊപ്പം വീട്ടിലെ നിത്യച്ചെലവും കുട്ടികളുടെ പഠനവും. അവന്റെ ഭർത്താവ് വരും, ആസ്പത്രി കൊണ്ടുപോകും, അങ്ങനെ ഇവിടെ കൊണ്ടാക്കും, അപ്പം തന്നെ പോകും. അല്ലാണ്ട് ഇവിടെ ഇരിക്കുകയോ നോക്കുക ഒന്നും ചെയ്യാറില്ല. മക്കൾക്കൊന്നും ഒരു സാധനം കൊടുക്കണമില്ല. അവരിനെയൊന്നും വലിയ ഇതിൽ നോട്ടമൊന്നുമില്ല. വയസ്സായൊരു അമ്മയുണ്ട്, കുട്ടികൾ, എൻ്റെ മകള് എല്ലാവരും ഉണ്ട്. ചെലവിനും ഇതിനൊക്കെ ഇയാളിനെയും വയ്യാത്ത ആളിനിട്ടിട്ടാണ് ആസ്പത്രി പോയിട്ട് എൻ്റെ മകളിനെയും കൊണ്ട് പോയിരിക്കുന്നത്. ആൾക്കാർ കുറേശ്ശെ പിരിവുകൾ തന്നിട്ടൊക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ പോകുന്നത്. പാലക്കാട് കോട്ടായി പുളിനെല്ലിയിലെ ചിഞ്ചുമോളുടെ നിസ്സഹായത കണ്ട് നാട്ടുകാർ സഹായവുമായി രംഗത്തെത്തി. നാട്ടുകാർ നൽകുന്ന തുകയാണ് കുടുംബത്തിന് ഏക ആശ്രയം. എന്നാൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.